നമസ്കാരം. രാജ്യത്ത് ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇത് 4ാം തവണയാണ് ഇന്ധനവിലയിൽ വർധനവ്. പുതുക്കിയ നിരക്കനുസരിച്ച് പെട്രോൾ ലിറ്ററിന് 2.61 രൂപയും ഡീസൽ ലിറ്ററിന് 2.71 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. തുടർച്ചയായുണ്ടാകുന്ന വില വർധനവ് നിത്യ ഉപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും പൊതുഗതാഗത ചെലവുകൾ വർദ്ധിക്കുന്നതിനും കാരണമായേക്കുമെന്ന ആശങ്കയിലാണ് പൊതുജനം. പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് ഒരു മാസം 1000 കോടി രൂപയോളമാണ് നഷ്ടം നേരിടുന്നത്. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമാണ് ഈ വിലവർധന ആരംഭിച്ചത്. ഇന്ധനവില വർധനവിനെ തുടർന്ന് ഡൽഹിയിൽ കഴിഞ്ഞ 3 ദിവസമായി ഓട്ടോ ടാക്സി പണിമുടക്ക് നടക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇത് ചരക്ക് നീക്കത്തെ സാരമായി ബാധിക്കുകയും അവശ്യ സാധനങ്ങൾക്കുൾപ്പെടെ വലിയ രീതിയിൽ വിലക്കയറ്റം ഉണ്ടാവുകയും ചെയ്യും. പശ്ചിമേഷ്യൻ സംഘർഷം ഉടൻ അവസാനിപ്പിക്കാൻ സാധ്യതയില്ലാത്തതിനാലും ഹോർമോസ് വഴിയുള്ള ചരക്ക് നീക്കം തടസ്സപ്പെടുന്നതിനാലും വരും ദിവസങ്ങളിലും ഇന്ധനവില വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. മുൻപും സമാനമായ രീതിയിൽ ഘട്ടം ഘട്ടമായിട്ടാണ് വലിയ വില വർധനവിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നത്.